വിജയത്തിന്റെ പടി കടക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കോൺഗ്രസ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരുടെ വിജയം അവരെ വല്ലാതെ അങ്ങ് ആത്മവിശ്വാസത്തിലാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള വല്ലാത്തെന്ന് വെച്ചാൽ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ ഭരിക്കും എന്നുള്ളതാണ്. ഈ മുഖ്യമന്ത്രി കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ആദ്യം വരുന്നത് തമ്മിലടിയും ഗ്രൂപ്പിസവുമാണ്. ഇത്തവണയും സെയിം ക്ലീൻഷേ അത് തന്നെയാണ്. ഈ മുഖ്യമന്ത്രി ഞങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, അതിലൊന്നും ഞങ്ങൾ തമ്മിലടിയില്ല, പ്രശ്നങ്ങളില്ല എന്ന് KC വേണുഗോപാൽ അടക്കം പറയുന്നുണ്ട്. ഈ പാലക്കാട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം സജീവമായിട്ടുണ്ട്. പാലക്കാട് നിർത്തില്ല എന്നൊരു വിഭാഗം നേതാക്കൾ പറയുന്നു, നിർത്തണമെന്ന് ചില ആളുകൾ പറയുന്നു. എന്തായിരിക്കും ഇത്തവണ കോൺഗ്രസ് ഈ കാലുകുത്താൻ സാധ്യതയുണ്ട്? 10 കൊല്ലം അടുക്കള പറിക്കാത്തായിരുന്നു, ഇനിയെങ്കിലും ഉമ്മറത്തേക്ക് വരാൻ കഴിയൂ. ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തില് പാലക്കാട് നിയമസഭ തെരഞ്ഞെടുപ്പില് അവിടെ മണ്ഡലത്തില് മത്സരിക്കും എന്നുള്ളത് ഉറപ്പാണ്. മത്സരിക്കും. പക്ഷെ അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാവണമെന്നില്ല, ഔദ്യോഗിക സ്ഥാനാർത്ഥിയാവണമെന്നില്ല. ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് ചിലപ്പോൾ ഒരു പേരിന് ഒരാളുണ്ടായിരുന്നിരിക്കും. അതിനകത്ത് കോൺഗ്രസിന്റെ അകത്തുള്ള ഒരു വിഭാഗത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നിരിക്കും. കാരണം എന്ന് വെച്ചാൽ രാഹുലിന് ഇപ്പോഴും പാലക്കാട് നിയോജക മണ്ഡലത്തിലുള്ള സ്വീകാര്യത പോയിട്ടില്ലെന്നാണ് നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പ്രചാരണത്തിൽ അദ്ദേഹം ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ടത്. അവിടെ അദ്ദേഹത്തിന് എതിരെ മുദ്രാവാക്യം വിളിക്കാണ്ട് BJP-ക്കാരുണ്ടായിരുന്നു, DYFI-ക്കാർ ചെറുതായിട്ടൊക്കെ രംഗപ്രവേശം ചെയ്തു, പിന്നെ കണ്ടില്ല. പക്ഷെ അതിനെ പ്രതിരോധിക്കാനായിട്ട് നല്ലൊരു ശതമാനം കോൺഗ്രസ് പ്രവർത്തകരുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് പാർട്ടി നടപടിയെടുത്തൊക്കെ പുറത്ത് നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ കുറെ മാറി രാഹുൽ വീണ്ടും സജീവമായിട്ട് രംഗത്തേക്ക് വരുന്നു. കേരളത്തിൽ ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഈ ക്ലീൻ ഇമേജ് എന്നൊരു സംഗതി ഇപ്പം ആർക്കുമില്ല. ആർക്കും ക്ലീൻ ഇമേജ് ഇല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പം നമ്മുടെ കേരളത്തിലെ ഈ എയർ ക്വാളിറ്റി അതല്ലെങ്കിൽ വാട്ടറിന്റെ ഇപ്പൊ കോളിഫോം ബാക്ടീരിയ ഇല്ലാത്ത ജലം കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞതുപോലെ ശുദ്ധജലം എങ്ങുമില്ല എന്ന് പറയുന്നതുപോലെ ക്ലീൻ ഇമേജ് ഉള്ള ആരുമില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ UDF എടുത്ത് നോക്കുക. ഇപ്പൊ UDF കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭാ കാലഘട്ടത്തിൽ UDF-നെ ഭരിച്ചിരുന്നത് കുഞ്ഞാലിക്കുട്ടിയാണെന്നുള്ള ആക്ഷേപമുണ്ട്. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടിയെ പോലും ഇത്രയധികം ആക്ഷേപിക്കപ്പെട്ട ഒരു നേതാവ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം കുഞ്ഞാലിക്കുട്ടിയുടെ കുട്ടിയാണെന്നും പറഞ്ഞിട്ടാണ് ഒരു ഇന്ത്യ വിഷൻ ചാനല് മറ്റേ രജനിയും ആ കുട്ടിയെ കൊണ്ട് കാണിച്ചുകൊണ്ട് പേര് പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും ഈ ആക്ഷേപിക്കപ്പെട്ടത്. അദ്ദേഹത്തിന് ഒരു തിരഞ്ഞെടുപ്പ് പോയി. അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ മലപ്പുറത്തുണ്ടായിരുന്ന ചുവരെഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ കടന്നവനെ പുഴ കാട്ടി പേടിപ്പിക്കരുതെന്നായിരുന്നു. അദ്ദേഹം ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നു, വീണ്ടും മന്ത്രിയായി. ഇപ്പൊ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തനായ ഒരു നേതാവാണ് കുഞ്ഞാലിക്കുട്ടി. അപ്പൊ അതുകൊണ്ട് ഈ ഇമേജ് ക്ലെൻനെസ് ഇങ്ങനെയുള്ള ഒരു സംഗതി ഒന്നും ഇനി കേരള രാഷ്ട്രീയത്തിലും സാമൂഹിക അന്തരീക്ഷത്തിലും വരെ പോകില്ല. ഇത് നന്നായിട്ട് രാഹുലിന് അറിയാം. അതുകൊണ്ടാണ് പെരുന്തയിൽ പോയി നേതാക്കന്മാരുടെ ഇടയിൽ രാഹുൽ ഇരിക്കുകയുണ്ടായി, അല്ലേ? അവിടെ അദ്ദേഹം ഇതിനെ ക്ഷണിച്ചിട്ടാണോ പോയത് എന്നറിയില്ല. ഈ പാലക്കാട് ഷാഫിക്ക് ഒരു കണ്ണുണ്ട് എന്നുള്ളത് പണ്ട് മുതലേ കേൾക്കുന്നതാണ്. ഇപ്പൊ MP ആണ് ഷാഫി. MP സ്ഥാനമൊക്കെ രാജിവെച്ച് ഈ VD സതീശൻ ഷാഫിയാണ് ഈ രാഹുലിനെ പിന്നിൽ നിന്ന് കുത്തിയതെന്നൊക്കെ പലരും പറയുന്നുണ്ട്. എത്രത്തോളം സത്യം ഉണ്ടെന്നറിയില്ല. അങ്ങനെ ഒരു കുത്ത് ഷാഫിയിൽ നിന്ന് രാഹുലിന് കിട്ടിയിട്ടുണ്ടാവുമോ? ഷാഫിക്ക് നല്ലൊരു കുത്ത് കിട്ടിയത് അത് ഷാഫി അറിയായിരുന്നു. ഷാഫി ഇതിനകത്തൊരു വല്ലാത്തൊരു ഗ്രൂപ്പുണ്ട് കോൺഗ്രസിനകത്ത്. ഈ KC വേണുഗോപാൽ ഇതിനകത്ത് മുകളിലിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം ഈ നമ്മുടെ കോൺഗ്രസിന്റെ പപ്പുവിൻ്റെ ആളാണല്ലോ, അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ ആളാണ്. പുള്ളിക്ക് അവിടെ നിന്ന് തീരുമാനിക്കാം. പുള്ളിയൊന്നും മറിച്ച് പറയാനും പറ്റത്തില്ല. കാരണം പറയണമെന്ന് വിചാരിച്ചാലും പറയാനൊക്കത്തില്ല. കോൺഗ്രസിന്റെ ഒരു ഗതികേടങ്ങനെ. അപ്പോൾ അദ്ദേഹം അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ കാര്യങ്ങൾ ഏതാണ്ട് കൈകാര്യം ചെയ്യുന്നത് ഒന്നിപ്പം BD സതീശനാണ് സ്കോർ ചെയ്ത് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ രമേശ് ചെന്നിത്തലയൊക്കെ ഉണ്ട്. അപ്പോൾ സതീശൻ്റെ കയ്യിൽ കൂടെ കാര്യങ്ങൾ മുമ്പ് ഇതിനകത്ത് നമ്മൾ ഈ വിഷയം ഉണ്ടാവുന്നതിന് മുമ്പ് കേരളത്തിൽ ഒരു പൊളിറ്റിക്സ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി. സതീശൻ്റെ കൂടെ ഈ ഷാഫി ഉൾപ്പെടെയുള്ളൊരു ടീം ഒന്നിച്ചായിരുന്നു. ടീം കോൺഗ്രസ് എന്നുവെച്ചാൽ യുവജനങ്ങൾ. കാരണം ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ ഷാഫി പറമ്പലിന്, അല്ലെങ്കിൽ അതിനു മുമ്പ് വിഷ്ണുനാഥ് തൊട്ടാണ് യൂത്ത് കോൺഗ്രസിനകത്ത് കോൺഗ്രസ് അടിപതറിപ്പോയപ്പോൾ കോൺഗ്രസിനെ ചെറുതായിട്ടെന്ന് വെച്ചോ ഹൈപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കോൺഗ്രസ് ഇവിടെയൊക്കെ ഉണ്ടേ, അല്ലെങ്കിൽ ഞങ്ങൾ ന്യായത്തിൻ്റെ കൂടെ ഉണ്ടേ, അല്ലെങ്കിൽ കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടേ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് വിഷ്ണുനാഥ് വന്നു. അതിനുശേഷം ഷാഫി വന്നപ്പോൾ ആ സംസാരത്തിന് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ശൈലി വന്നു. അങ്ങനെ ആ ഷാഫി ജനങ്ങളുടെ ഒരു കൃത്യമായിട്ട്, കാരണം ഏറ്റെടുക്കുന്നത് അടിപിടി അല്ലെങ്കിൽ പ്രക്ഷോഭ സമരങ്ങളാണെങ്കിലും ആ സമരത്തിൻ്റെ കാരണം ഷാഫിയിലൂടെ പറയുമ്പോൾ കേൾക്കാനൊരു, അല്ലെങ്കിൽ അതിനകത്തൊരു മര്യാദ ഫീൽ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ആ സമരം ന്യായമാണെന്ന് വരുമായിരുന്നു. അങ്ങനെ വന്നതിന് ശേഷം വന്ന ആളാണ് ഈ രാഹുൽ മാങ്കൂട്ടം. അപ്പൊ അങ്ങനെ യുവജനങ്ങൾക്കിടയിൽ അങ്ങനത്തെ ഒരു കോർഡിനേഷൻ വന്നു.
അപ്പോൾ യൂത്ത് കോൺഗ്രസ് വിചാരിച്ചാൽ നേരത്തെ അതിനുവേണ്ടിയൊന്നും ആളിറങ്ങത്തില്ലെങ്കിലും 10 പേർ ഇറങ്ങി ഒരു മുദ്രാവാക്യമൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പം അവർക്ക് തോന്നി ഇത് ഇവരെ ഇങ്ങനെ കൂട്ടി നിർത്താം, അല്ലെങ്കിൽ കൂട്ടി നിർത്തിയാൽ ഒരു എനർജി ഉണ്ടാവും, ഉണർവുണ്ടാവും. അപ്പോൾ അവരെൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് സതീശൻ്റെ കൂടെ കൂടി മുമ്പോട്ട് പോകുന്നൊരവസ്ഥയും, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ശിഷ്യൻ എന്നുള്ള രീതിയിൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു നല്ലൊരു സപ്പോർട്ട് കിട്ടി ഇങ്ങനെ പോകുന്ന സമയത്താണ് എന്നാൽ ഇവനെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. കാരണം നമ്മൾ അങ്ങനെ അങ്ങോട്ട് വിട്ടാൽ കളത്തിൽ നിന്ന് വെളിയിൽ പോവും എന്നുള്ള രീതി വന്നപ്പോഴായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പം അടുത്ത 2026 ഏതെങ്കിലും കാരണവശാൽ വന്നാൽ യൂത്ത് കോൺഗ്രസിൻ്റെ കയറി ഉറപ്പായിട്ടും മന്ത്രിയാവും, മുസ്ലിം അല്ലേ മന്ത്രിയാ, എന്നാൽ ഒരു കളി കളിച്ചേക്കാം. പുള്ളി പറഞ്ഞാൽ എനിക്ക് മത്സരിക്കണം. അപ്പോൾ മത്സരിക്കുന്നതിന് ഫോർമുല ഉണ്ടാക്കി മുസ്ലിം പ്രാതിനിധ്യം വേണം. ഷാനിമോൾ ഉസ്മാനെ അവിടെ മാറ്റിയപ്പം മുസ്ലിമിന് ക്യാൻഡിഡേറ്റ് കൊടുത്ത് പാലക്കാട് നിന്ന് മാറിയിക്കാൻ പറഞ്ഞു. അപ്പോൾ അതോടുകൂടി പുള്ളിക്ക് ഇഷ്ടമില്ലെങ്കിൽ പാർട്ടി ഹൈക്കമാൻഡ് അല്ലേ പറയുന്നത്, ഇഷ്ടമില്ലെന്ന് പറയാൻ നോക്കൂ, അവിടുന്ന് മാറി മത്സരിച്ചു. അപ്പം മത്സരിച്ചിട്ട് പോയി ജയിക്കുക നിവൃത്തിയുള്ളല്ലോ, അവിടുന്ന് ജയിച്ചു. ഇദ്ദേഹത്തിന് ഇപ്പം അവിടെ ആയിരുന്നെങ്കിൽ, പാലക്കാട്ടായിരുന്നെങ്കിൽ അയാൾ അടുത്ത പ്രാവശ്യവും ജയിക്കും. പാലക്കാട്ടായിരുന്നെങ്കിൽ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വന്നാൽ അയാൾ ആദ്യത്തെ പരിഗണന ഇയാളുടെ പേര് പറഞ്ഞിട്ടേ പറയത്തുള്ളൂ. കാരണം ഇപ്പം നമ്മൾ പറയുമ്പോൾ കോൺഗ്രസിനകത്ത് ഈഴവ അല്ലെങ്കിൽ മുസ്ലിം പറഞ്ഞത് ഇല്ല. നേരത്തെ ആരായിരുന്നു അദ്ദേഹത്തിൻ്റെ ആര്യാടൻ ഇപ്പൊ ആര്യാന്റെ മകനുണ്ട്, പക്ഷെ ആര്യാന്റെ മകനൊന്നും വരത്തില്ല. അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പം ഈ എന്തുവായാലും നമ്മൾ പറയത്തില്ലേ, ഇനിയിപ്പോൾ അതിന്റെ പുറകെ പോയിട്ട് കാര്യമില്ല, ഷാഫിയുടെ പുറകെ പോയിട്ട് കാര്യമില്ല. അപ്പൊ അത് തീർന്നു, ഇനി പൊക്കിയാലും പൊങ്ങത്തില്ല. എത്ര നോക്കിണക്കെയും അയാളുടെ നമ്മൾ പറയത്തില്ല നിന്റെ തലേ വിധിയാന്ന്. കാരണം ഷാഫി ആദ്യത്തെ ഇൻസിഡന്റിന് ശേഷം ഷാഫി ഇയാളെ പൊക്കാനൊക്കെ നോക്കി. ആ ഷാഫി ഒരു ക്വാളിറ്റി ഉള്ളവനാണെന്ന് ഞാൻ ആ കാര്യം വിചാരിക്കും. കാരണം കൂടെ എന്നവനാണ്, കൂടെ എന്നോണ്ടാണ് ഇവനെ ഇത്രയും വളർത്തിയത്. അതിനുശേഷം വിഷയങ്ങൾ വന്നപ്പോഴും കൂടെ നിർത്താൻ നോക്കി. അവസാനം രണ്ടാമത്തെ ഇൻസിഡന്റ് വന്നപ്പോൾ കയ്യിൽ നിന്ന് പോകുന്ന പോലെ. കാരണം ഒന്നും പറയില്ല, നമ്മൾ പറയത്തില്ലേ അർജുനന്റെ ശരം പോലെ ആയിപ്പോ, 1 വിട്ട് 10, 100, 1000 ഇങ്ങനെ വന്നപ്പം ഷാഫി പറഞ്ഞു ഇനിയും കൈ വെച്ചിട്ട് കാര്യമില്ല, കൈ വിട്ടു. അപ്പൊ ഇപ്പം വീണ്ടും അടുത്ത പ്രാവശ്യം സീറ്റൊക്കെ ഔദ്യോഗികമായിട്ട് കൊടുക്കത്തില്ല കേട്ടോ. അതിനകത്ത് ഇനി യാതൊരു തർക്കവും കൊടുക്കത്തില്ല. അപ്പം ആ സീറ്റ് കൈവിട്ട് പോകാതിരിക്കാൻ ഏറ്റവും ആദ്യത്തെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന ഒരു പക്ഷേ കോൺഗ്രസിന് പലയിടത്തും പല എംപിമാരും മത്സരിക്കേണ്ടെന്ന് തീരുമാനിക്കുമ്പോഴും ആ സീറ്റ് കിട്ടിക്കോട്ടെ, അല്ലെങ്കിൽ പാലക്കാട് സീറ്റ് അല്ലെങ്കിൽ ബി ജെ പിക്കാണ്. കോൺഗ്രസിന് കിട്ടിയില്ലെങ്കിൽ ബി ജെ പിക്ക് സാധ്യത. സുരേന്ദ്രൻ അവിടെ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. സുരേന്ദ്രന് 3 സീറ്റ് പരിഗണിക്കാനകത്തൊരു സീറ്റ് ഇതാ. അപ്പം അതുകൊണ്ട് ഇപ്പം പാലക്കാട് സീറ്റിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നു. കാരണം ഇപ്പോഴത്തെ ഇപ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞതുപോലെ ജയിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കേണ്ടി വരും എന്ന് പറയും. ഇവർക്കെല്ലാം ആവേശമായി. ഒരു കാരണവശാലും ജയിക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്നിടത്ത് ആയിപ്പോയി ഞങ്ങൾ നിന്ന് കൊടുത്താൽ മതി എന്നുള്ള രീതി. അതൊക്കെ നിന്ന് കൊടുക്കുമ്പോൾ അറിയാം. അതിനുശേഷം പറയും സാർ മുമ്പേ പറഞ്ഞ വളരെ കറക്റ്റുള്ള കാര്യം, വാശി അങ്ങ് തീർന്നു, വൈരാഗ്യം തീർന്നു CPM-നോടുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ഇനി അടുത്ത പ്രാവശ്യം വീണ്ടും ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ വരും. അപ്പൊ പിന്നെ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി ആവുന്ന സാധ്യത കൂടുതൽ. പിന്നെ ഉറപ്പായിട്ടും കറക്റ്റാണ് പറഞ്ഞത്, ഞാൻ ശ്രദ്ധിച്ചത്. വളരെ നിരീക്ഷണം അത്. ഉദാഹരണത്തിന് ഇപ്പൊ ഷാഫി എന്തുകൊണ്ടാണ് ഇപ്പൊ രാഹുലിനെ കൈവിട്ടിരിക്കുന്നത്, പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്? അത് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ട്. 2, രാഹുലിനെ ഇനി പിന്തുണച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് ദോഷം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇപ്പൊ പാർട്ടിയുടെ ഒരു മുഖത്തിന്റെ ടീം പ്രശാന്ത് പറഞ്ഞതുപോലെ ഈ ടീം കോൺഗ്രസിലെ ഒരു പ്രധാനപ്പെട്ട സതീശൻ കഴിഞ്ഞാലുള്ള കക്ഷിയാണ് ഷാഫി. അപ്പോൾ ആ ടീം കോൺഗ്രസിനെയും ബാധിക്കും, കോൺഗ്രസിന്റെ ഇമേജിനെയും ബാധിക്കും. മാത്രമല്ല ഇപ്പൊ അതിനകത്ത് ഞാൻ കാണുന്ന വേറൊരു സംഗതി, ഇപ്പൊ ഈ രാഹുലിനെ കംപ്ലീറ്റ് ഷാഫി കൂടെ തള്ളി പറഞ്ഞാൽ പിന്നെ കോൺഗ്രസിന് യാതൊരു ബാധ്യതയില്ല. അതെ, മനസ്സിലല്ലേ? ഇപ്പം പിന്നെ വി.ഡി. സതീശൻ രാഹുലിനെ തള്ളി പറയുന്നതിനേക്കാൾ എഫക്റ്റാണ് ഷാഫി കൈവിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഷാഫി കൈവിട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ പാലക്കാട്ട് സ്വതന്ത്രനായി മത്സരിച്ചു കഴിഞ്ഞാൽ ഷാഫിക്ക് ഉത്തരവാദിത്വമില്ല, കോൺഗ്രസിന് ഉത്തരവാദിത്വമില്ല. മറിച്ച് അവിടെ ഒരു പേരിനൊരു ഔദ്യോഗിക കാൻഡിഡേറ്റിനെയും വെച്ചു കൊടുത്ത് രാഹുലിനെ അവിടെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ആൾക്കാരൊക്കെ മാറി ചിന്തിക്കുന്നു. രാഹുലിനെ പണ്ട് ഇപ്പം PT ചാക്കോ പണ്ടൊരു കാർ ആക്സിഡന്റ് ഉണ്ടായി, അതിനകത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആരാണ് ആ സ്ത്രീ എന്ന് ചോദിച്ചാൽ അതിന്റെ ആക്ഷേപം ഇപ്പോഴും അദ്ദേഹത്തിന്റെ പിൻതലമുറയ്ക്ക് പോലും മാറിയിട്ടില്ല. അപ്പൊ ആ കാലഘട്ടമൊക്കെ മാറി. ഇപ്പൊ രാഹുൽ ഈ പറഞ്ഞ സ്റ്റാർ പദവിയിലേക്ക് രാഹുൽ ഇപ്പൊ എവിടെ വന്നു കഴിഞ്ഞാൽ മാധ്യമക്കാർ പോയി മറ്റേ കുഴലുമായിട്ട് മൈക്കുമായിട്ട് ചുറ്റും കൂടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ സാമൂഹികമായിട്ട് മാറുന്ന ഒരു ഇമേജ് ഷിഫ്റ്റിങ്ങിന്റെ കാര്യങ്ങൾ, നറേറ്റീവ്സ് മാറുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇത് എങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള സംഗതിയെ ഗ്ലാമറസ് ആക്കി മാറ്റാം എന്നുള്ള സംഗതി ഇപ്പൊ നമ്മളുടെ വർത്തമാനകാലത്ത് നടക്കുന്ന ഒരു സംഗതിയാണ്. അതൊക്കെ രാഹുൽ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. രാഹുലിന്റെ ഈ ഒളിവിന് ശേഷം
രംഗപ്രവേശം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ താടി ട്രിം ചെയ്തിരിക്കുന്നു വെച്ച് നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും. ട്രെൻഡി ആയിട്ടുള്ള ഒരു താടി ട്രിം ചെയ്തിട്ട് വളരെ ഫ്രഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ പോലും വളരെ വലിയ ഇമേജസിനെ നമുക്ക് സൊസൈറ്റിയിലേക്ക് കടത്തിവിടാൻ കഴിയും, സ്വീകാര്യത ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സൗന്ദര്യം, പൊതുവെ ഒരു സുന്ദരനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നു. ഇങ്ങനെയുള്ള പല രീതിയിലാണ് ജനങ്ങൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ രാഹുൽ മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഈ ഷാഫി പ്രശാന്ത് പറഞ്ഞതുപോലെ ഇപ്പം പാലക്കാട് തിരിച്ചു പിടിക്കണം, ഒരു കാരണവശാലും BJP സുരേന്ദ്രനോട് മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ പാലക്കാട് തിരിച്ചു പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയൊരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആയി മാറും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. ഈ പറഞ്ഞ പോലെ ഷാഫിക്ക് അടുത്ത ഇപ്പോൾ ഭരണം കിട്ടുകയാണെങ്കിൽ ഒരു ആഭ്യന്തരം തനിക്ക് താൻ അർഹനാണ്, ആഭ്യന്തരത്തിന് അർഹനാണ് എന്നൊരു ബോധ്യം ഷാഫിക്കുണ്ട്. അതെ.